ഹേ ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്ക് ആയിട്ടോ കഴിക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റി ആയിട്ടാണ് ചീസി ഗാർലിക് ബ്രെഡ് ടോസ്റ്റ്. നമ്മൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ചീസൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു സൂപ്പറായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. ആദ്യം തന്നെ സ്പ്രെഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ മല്ലിയിലയാണ്. അതും നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്താണ്. മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂണ് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ ഇത്ര ഇഷ്ടമല്ലെങ്കിൽ, ഇതിൻ്റെ ഫ്ലേവർ ഇത്ര ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് കുറക്കാം. പിന്നെ വേണ്ടത് 1/2 കപ്പ് ബട്ടറാണ്. ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് സോൾട്ടഡ് ബട്ടറാണ് കേട്ടോ. പിന്നെ റൂം ടെമ്പറേച്ചറിലും കൂടി വെച്ചാണ്. ബട്ടറും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഗാർലിക് ബട്ടർ സ്പ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ബ്രെഡിലേക്ക് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ കുറച്ച് വലുതാണ്, നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാനും ഈസിയാവും. അതുകൊണ്ടാണ് ഞാൻ സാൻഡ്വിച്ച് ബ്രെഡ് ചൂസ് ചെയ്തത്. ഞാൻ 1 സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂണോ സ്പാച്ചുലോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാനൊരു കത്തി വെച്ചിട്ട് അതിൻ്റെ കോർണറിൽ ഒരു കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് കട്ട് വരാതെ നോക്കണം. ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. ബ്രെഡിൻ്റെ 4 സൈഡിലും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാൻ ആ ഒരു കട്ട് ചെയ്ത ഒരു ഭാഗം മറ്റേ കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇനി എൻഡിലുള്ള ഭാഗം ആ ഒരു പോർഷൻ അതിൻ്റെ ഇടയിലൊന്ന് ജസ്റ്റ് ഒന്ന് കൊളുത്തി കൊടുത്താൽ മതി. ഇനി ഇത് പതിയെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ ഫാസ്റ്റിലൊക്കെ ചെയ്യുമ്പോൾ ഇത് പൊട്ടിപ്പോവും, ഇത് ഫോൾഡ് ചെയ്ത് വെച്ച ഭാഗങ്ങൾ. ഞാനൊരു പ്ലെയിൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. പിന്നെ ഞാനിതെങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഉള്ളൊരു ചെറിയൊരു ടിപ്പും കൂടി പറഞ്ഞുതരാം. നമ്മളിങ്ങനെ ഓരോ റെസിപ്പീസ് ഇങ്ങനെ ഫോൾഡ് ചെയ്തൊക്കെ ചെയ്യുന്ന റെസിപ്പീസ് ചെയ്യുമ്പോൾ ബ്രെഡ് എല്ലാ ബ്രെഡും അങ്ങനെ പൊടിഞ്ഞു പോകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് കിട്ടുന്ന ബ്രെഡൊക്കെ ഇങ്ങനെ ഒരു പൊടിഞ്ഞു പോകുന്ന ഒരു ടൈപ്പിലുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഫോൾഡ് ചെയ്ത ബ്രെഡൊക്കെ ഒന്ന് ചൂടാക്കിയതാണ്, ഒന്ന് ആവിയിലൊന്ന് ചൂടാക്കിയെടുത്താണ്. ഇത് ഞാൻ ചൂടാക്കാത്ത ബ്രെഡാണ് നിങ്ങൾക്ക് ഫോൾഡ് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിങ്ങനെ ചെയ്യുന്ന സമയത്ത് അതൊന്ന് എങ്ങനെയായാലും നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ആ ഒരു ടൈമിൽ ഇതിങ്ങനെ പൊട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആവിയിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ പൊട്ടിപ്പോവാത്ത ഒരു ടൈപ്പിൽ തന്നെ നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനൊരു പാത്രത്തിൽ ജസ്റ്റ് ചൂടുവെള്ളം വെച്ചിട്ട് ഒരു സ്ട്രെയിനറിൽ ബ്രെഡ് ഇട്ട് കൊടുത്താണ്. എന്നിട്ടാണത് ഇത്രയും നേരം ഞാൻ ഫോൾഡ് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മൾ ബ്രെഡൊക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്ന റെസിപ്പീസ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒരു സോഫ്റ്റ് ആവുമല്ലോ ബ്രെഡ്, ആ ടൈമിൽ ഫോൾഡ് ചെയ്തെടുക്കലാണ് നല്ലത്. ഇനി ഞാനിതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡൊക്കെ ഒന്ന് ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മോസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ നടുവിലൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് ഫുള്ളായിട്ടൊന്ന് മോസറല്ല ചീസ് ഇട്ട് കൊടുക്കാം.
ഇനി ചീസിൻ്റെ മേലേക്ക് ചെറിയ പീസ് ക്യാപ്സിക്കം വെച്ച് കൊടുക്കുന്നുണ്ട്. ടോപ്പിംഗ് ആയിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് ഒലീവൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്തതിനാൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അതൊന്ന് വെച്ച് കൊടുത്താൽ മതി, കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി മാത്രം. പിന്നെ ഞാനിതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം, ചീസൊക്കെ മെൽറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. ഒരു പാൻ വെച്ചിട്ടുണ്ട്, പാനിലേക്ക് ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്നും ആക്കി കൊടുക്കൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഇത് ചീസൊക്കെ മെൽറ്റായിട്ട് വരും. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് ചീസൊന്ന് മെൽറ്റ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇത് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ചീസി ഗാർലിക് ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഇങ്ങനെ ചീസൊക്കെ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാനാണ് യൂസ് ആക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിഡിൽ ഒരു ഹോൾ ഉണ്ടാവുമല്ലോ, അതൊരു അലുമിനിയം ഫോയിലൊക്കെ വെച്ചിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ചീസൊക്കെ പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് വന്നോളും. ഇതാ നമ്മൾ ഗാർലിക് ബ്രെഡ് ടോസ്റ്റൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്, ചീസൊക്കെ മെൽറ്റായിട്ട്. ഇനി പാനിൽ ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകുന്നില്ല, ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി, പെട്ടെന്ന് തന്നെ ചീസ് മെൽറ്റായിട്ട് വരും. ആ ഹോളൊന്ന് ലോക്ക് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീസി ഗാർലിക് ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗമൊന്നും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സീ യു ആൾ.